എന്ത് കഥ, എല്ലാവർക്കും സുഖമല്ലേ? എന്ത് വിശേഷമല്ലോ? ഇപ്പം രണ്ടാമത്തെ നൈറ്റും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അച്ചുവിൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 12:30 1 മണിയാകുമ്പോൾ ലാൻഡിങ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, അത് വേറെ കാര്യം. അച്ഛൻ്റെ സുന്ദരി ആരാ? കുഞ്ഞിപ്പെണ്ണ അച്ഛൻ്റെ സുന്ദരി. കുഞ്ഞിപ്പെണ്ണോല അച്ഛൻ്റെ സുന്ദരി. അങ്ങനെ അത് കുറച്ച് ഡബിൾ ബൈസെപ്സ് പോസലിട്ട് ക്യാമറ കാണിക്കുമ്പോൾ. അപ്പോൾ അവരെ ലാൻഡിങ് ഒരു 12:30 1 മണിക്കാണ്. ഞാൻ ലൈവ് ട്രാക്ക് ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു 12:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 12:30 ആകുമ്പോൾ കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം എയർപോർട്ട് എത്തുന്ന രീതിയിലാണ് ഇറങ്ങിയത്. ഇവിടുത്തെ ഒരു സിമ്മ് ഞാൻ അളിയൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായി, നാട്ടിൽ നിന്ന് ഒരാളുടെ കയ്യിൽ. അതുകൊണ്ട് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വീട്ടിലേക്ക് ഏകദേശം ഒരു 2 മണിയാക്കുമ്പോൾ എത്തി. ലഗേജ് കിട്ടാൻ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞു. കുഞ്ഞിപ്പെണ്ണ അച്ഛനും അമ്മേനും കണ്ടിട്ടാകുമ്പോഴത്തേക്ക് തന്നെ ഓടാൻ തുടങ്ങി. അവള് കുറേ നാളിന് ശേഷം കാണുന്നത്, ഈ ഫോണിൽ നിന്ന് കാണുന്നതല്ലാണ്ട് നേരിട്ട് ഇപ്പോൾ എനിക്കൊന്ന് 7-8 മാസമായി കണ്ടിട്ട്. ആദ്യം കുറച്ച് നാണം കുടുങ്ങിയിട്ട് ചേച്ചീൻ്റെ അടുത്ത് ഓടിയെങ്കിലും പിന്നെ മെല്ലെ അച്ഛൻ്റെ അടുത്ത് അമ്മമ്മേൻ്റെ അടുത്തെല്ലാം പോയി. പിന്നെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കലാപരിപാടികളായിരുന്നു അവളുടെ മെയിൻ. അവളുടെ കയ്യിൽ ടോയ് ഉണ്ട്, അവളുടെ കയ്യിൽ ഫോണുണ്ട്, എനിക്ക് ഫോൺ വിളിക്കാൻ അറിയാമെന്നുള്ള ഡ്രാമയും അച്ഛനെ കാണിക്കാനും എന്തൊക്കെയോ കളിച്ച് കൂട്ടുന്നുണ്ടായി. അവർ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവർക്ക്. കാരണം ഫോണിലെ കണ്ട് പെട്ടെന്ന് അവരെ നേരിട്ട് കണ്ടിട്ടാകുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വാട്ടർ ട്രെയിനിങ് ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ട്രെയിനിങ് വരുന്നത് മറ്റേ ക്രീക്കിലാണ്, ദുബായ് ക്രീക്കിൽ. അപ്പോൾ അവിടെ പ്രാക്ടീസ് ഉണ്ടായി 6:30. അപ്പോൾ ഞാനൊരു 5:55 വീട്ടിൽ നിന്ന്. നല്ല പിരാന്തിൻ്റെ ഹ്യൂമിഡിറ്റി ഉണ്ടായിട്ടാ. ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക് മനുഷ്യൻ ചാവും. അമ്മാതിരി ട്രെയിനിങ് ആണ്. 2 മണിക്കൂറാണ് ട്രെയിനിങ്. 6:30 തൊട്ടിട്ട് ഏകദേശം 8:30 വരെ ട്രെയിൻ ചെയ്യും. അതിൽ വാമപ്പ് വരും, അതേപോലെ ബോട്ട് ട്രെയിനിങ് എല്ലാം വരും. അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പരിപ്പെല്ലാം ഇളകും. അജാതി ട്രെയിനിങ് ആണ് കേട്ടോ, ചെറുതല്ല. വിചാരിക്കുന്നതിനേക്കാളും കുറച്ച് ടഫായിട്ടുള്ള ട്രെയിനിങ് ആണ്. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം 8 കിലോമീറ്ററാണ് കവർ ചെയ്യുന്നത്. അതിനുശേഷം കൂൾ ഡൗൺ സെഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ട്രെയിനിങ്ങോട് കൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 9:00 ആകുമ്പോൾ വീട്ടിൽ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.